പാകിസ്ഥാൻ ആരാധകർ ഇന്ത്യയിലുണ്ട്. അവർ പറയുന്ന പാകിസ്ഥാൻ ഇപ്പൊ നമ്മൾ റെഡിയാക്കി കളയുന്ന അവർ വളരെ കോൺഫിഡൻസോട് കൂടി അവർ പറയുന്നു നമ്മൾ ആണവശക്തികളാണ് ഓർക്കണം. എന്താ അങ്ങനെ പറയുന്നത്? ഇന്ത്യയുടെ കരുത്തിൽ ലോകം മുഴുവൻ വിശ്വാസമുണ്ട്. ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ. ചുരുക്കത്തിൽ തീവ്രവാദം വിറ്റ് ജീവിക്കുക, ശിഷ്ടകാല UK ജീവിക്കുക. പെഹൽഗാമിലെ വെടിവെച്ച ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട്. അപ്രതീക്ഷിതമായി നമ്മൾ നേരിട്ട ആ ഒരു ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് രാഷ്ട്രം ഇതുവരെയും പൂർണ്ണമായി മോചിതമായിട്ടില്ല. പക്ഷേ നമ്മൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം, പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഭാരതത്തിന് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയാണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയോട് മറ്റ് രാജ്യങ്ങളുടെ സമീപനം പരിശോധിക്കാം. വെൽക്കം സർ. സർ, നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഭാരതത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ലഭിച്ച സ്വീകാര്യത, ആ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 1971 ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ അന്ന് ലോകരാഷ്ട്രങ്ങളുടെ നിലപാടുണ്ടായിരുന്നു. 2025 ഈ ഭീകരാക്രമണം നടക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ നിലപാടെന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം. 71 ബ്രിട്ടൻ നമുക്കെതിരായിരുന്നു. അമേരിക്ക 7ാം കപ്പൽപ്പടയെ തന്നെ അയച്ചു ഈ നമ്മുടെ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി. ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിൽ നിന്ന് മടങ്ങിപ്പോകണമെന്ന് റിച്ചാർഡ് നിക്സൺ ഇന്ദിരാഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകി. ആ യുദ്ധത്തിലെ ഇന്ത്യ നേടിയ വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ നേട്ടം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന അസാധാരണമായ ഇച്ഛാശക്തിയുള്ള ഒരു പ്രധാനമന്ത്രി എന്ന് ഇന്ത്യയെ നയിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിമിഷങ്ങൾക്കകം നമ്മൾ പോയി റഷ്യയുമായി കരാർ ഒപ്പുവെച്ചതും അമേരിക്കയെ നിർജ്ജീവമാക്കി നിർത്തി നമ്മൾ യുദ്ധം ജയിച്ചതും ബംഗ്ലാദേശിനെ 2ആക്കി മാറ്റിയതും. 2025 വന്നപ്പോൾ ഇവിടെ ചരിത്രം ആവർത്തിക്കുകയാണ്. വളരെ ഇച്ഛാശക്തിയുള്ള ലോക രാഷ്ട്ര നേതാക്കന്മാരുമായി വളരെ അടുത്ത വ്യക്തിബന്ധമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഭാഗ്യവശാൽ നമുക്കുള്ളത്. അദ്ദേഹത്തിന് ആരുടെയും വാലോ ചൂലോ നിഴലോ അല്ല, സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ള ഒരു നേതാവാണ്. അതാണ് ആദ്യം പറയാനുള്ള ഒരു കാര്യം. 2, ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ലോകരാഷ്ട്രങ്ങൾ അമേരിക്ക ശക്തമായി കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ബ്രിട്ടൻ നമ്മളോടൊപ്പം നിന്നു. ഫ്രാൻസ്, ജർമ്മനി ഇവരെല്ലാം ഇന്ത്യയോടൊപ്പമാണ് നിന്നത്. പക്ഷേ ഈ ഒരു അക്രമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയം, ചൈന പാകിസ്ഥാനോടൊപ്പം നിന്നു. പിന്നെ പാകിസ്ഥാനോടൊപ്പം നിന്നത് ടർക്കിയാണ്. ഇവിടാണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത്. അതിൻ്റെ കാരണം ചൈന ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുവാണ്. അപ്പോൾ ഇന്ത്യയെ ദുർബലമാക്കാൻ കിട്ടുന്ന ഒരവസരവും ചൈന പാഴാക്കത്തില്ല. സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. അതാണ് കാര്യം. അപ്പോൾ ചൈനയും നമ്മളുമായിട്ട് അതിർത്തി തർക്കം നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ചൈന നമുക്കെതിരാണ്. ടർക്കി എന്തിനും ഇന്ത്യയെ എതിർത്തു? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. കാരണം ടർക്കിയിലൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തത് ഇന്ത്യയാണ്. അവർക്ക് മരുന്ന് കൊടുത്തു, ചികിത്സ കൊടുത്തു, വസ്ത്രം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ഒരു രാജ്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് ഇന്ത്യ ചെയ്തു. ഉറുദുഖാനായിരുന്നു അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. ഉറുദുഖാന് ഒരാഴ്ച വരെയൊക്കെ അത് നന്ദിപൂർവ്വം ഓർത്തു. സ്വാഭാവികമായിട്ട് അയാളത് മറക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ഈ ഭീകരാക്രമണം നടത്തിയപ്പോൾ ആദ്യം സപ്പോർട്ടുമായിട്ട് വന്നത് ടർക്കിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ടർക്കി നമ്മളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എന്തിന് ടർക്കി പാകിസ്ഥാനെ സഹായിക്കുന്നു? ഈ ചോദ്യത്തിന് മറുപടി ഒന്നേ ഉള്ളൂ, മതം. മതമല്ലാതെ എന്താണ് പ്രശ്നം? മാനവികതയല്ല, മതമാണ് പ്രശ്നം. മതമാണ് പ്രശ്നം. അപ്പോൾ ഈ ഭീകരാക്രമണത്തിലെ അന്തർദേശീയമായി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ടർക്കി സ്വീകരിച്ച നിലപാട് മതം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അന്തർദേശീയ രംഗത്ത് ഇതുണ്ടാക്കുന്ന ചലനം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ രണ്ടാമതൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സംഭവം, ഈ പഹൽഗാം സംഭവം ഇന്ത്യക്ക് അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയുടെ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ വരികയും അവരാപൽഘട്ടത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കും എന്ന് പ്രധാനമന്ത്രിക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം അവർ നോക്കിക്കോളും, ഞാനൊന്നും പറയേണ്ട കാര്യമില്ല എന്ന്. ശരിക്കും ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ കൈവിട്ടു എന്ന തരത്തിലുള്ള ചില നാരേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. ശരിയാണ്, തെറ്റാണ്, അത് സംശയിക്കേണ്ട കാര്യം. അതിൻ്റെ കാര്യം, ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ അമേരിക്ക എങ്ങനെയാണ് പണ്ട് പ്രതികരിക്കാറുള്ളത്? അമേരിക്ക പറയുന്നത് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം, ഈ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ മീഡിയേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടായാൽ ആദ്യം അമേരിക്കയുടെ പ്രതികരണം ഞങ്ങൾ ഇതിന് മധ്യസ്ഥം വഹിക്കാം എന്നുള്ളതാണ്.
അത്തരം ഒരു ഡയലോഗിന് ഇവിടെ സ്ഥാനമൊന്നുമില്ല. പിന്നെ അടിക്ക് തിരിച്ചടി കൊടുക്കാൻ പിന്നെ മോദിക്ക് അറിയാമല്ലോ. അപ്പൊ മോദിക്ക് സപ്പോർട്ടൊന്നും ട്രംപിന്റെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. അത് അമേരിക്കയ്ക്ക് തിരിച്ചറിയുകയും ചെയ്യാം. നമ്പർ 1. നമ്പർ 2, നമ്മൾ അന്തർദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റം നമ്മൾ ആലോചിക്കണം. 1970-കളിൽ കോൾഡ് വാർ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് അമേരിക്കയും മറ്റൊരു ഭാഗത്ത് റഷ്യയുമായിട്ട് നിൽക്കുകയാണ്. അപ്പം പാകിസ്ഥാനെ തങ്ങളോടൊപ്പം നിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു. കാരണം അഫ്ഗാനിസ്ഥാന് തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യം, സ്ട്രാറ്റജിക്കലായിട്ട് പാകിസ്ഥാനെ ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവര് പാകിസ്ഥാനെ തങ്ങളോടൊപ്പം നിർത്തി. ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? സോവിയറ്റ് റഷ്യ തകർന്നതോടുകൂടി കോൾഡ് വാർ അവസാനിച്ചു. അപ്പൊ അമേരിക്കയും റഷ്യയായിട്ട് ഒരു തർക്കവും ഇല്ല. യുക്രൈൻ യുദ്ധം നടന്നപ്പോൾ തന്നെ എന്താണ് ട്രംപ് സ്വീകരിച്ചത്? റഷ്യക്ക് അനുകൂലമായ നിലപാടല്ലേ. അപ്പൊ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഒരു സാറ്റലൈറ്റ് ആയിട്ട് മാത്രം നിൽക്കുന്ന പാകിസ്ഥാനെ അവർക്ക് ആവശ്യമില്ല. തന്നെയല്ല, ഒരു ദരിദ്ര രാജ്യമാണ് പാകിസ്ഥാൻ. അവർക്ക് ആവശ്യമില്ല. അവർക്ക് ആവശ്യം ഇന്ത്യയാണ്. പക്ഷേ അമേരിക്ക ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ്. അവർക്ക് പെട്ടെന്ന് കണ്ണുമടച്ചൊരു സപ്പോർട്ടുമായിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അമേരിക്കയും പിന്നെ പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള തർക്കം അവർ തീർക്കണമെന്ന് ട്രംപ് പറഞ്ഞല്ലേ ശരി? അതിനർത്ഥം ഇന്ത്യക്ക് അങ്ങനെ എതിരാകുന്നില്ല. ഇന്ത്യക്ക് എതിരാകണം. ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ അറിയാമല്ലോ. മറ്റൊരു നറേഷൻ കൂടെ വരുന്നുണ്ട്. ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ ദേ ആർ കേപ്പബിൾ ടു ഡു എനിത്തിങ്. അതായത് ഇന്ത്യയുടെ കരുത്തിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു നറേഷൻ വരുന്നുണ്ട്. സംശയമുണ്ടോ? ഇന്ത്യയുടെ കരുത്തിൽ ലോകം മുഴുവൻ വിശ്വാസമുണ്ട്. ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ കാര്യത്തിൽ എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട്. അതിനെക്കുറിച്ച് സംശയമുള്ള പാകിസ്ഥാന് മാത്രമേ ഉള്ളൂ. ഇതിൽ കൗണ്ടർ പാർട്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് പാകിസ്ഥാൻ നിൽക്കുന്നു. ഇവർ രണ്ടുപേരും ആണവ ശക്തികളാണ്. പക്ഷെ പാകിസ്ഥാന് എന്താ പറയുക, ഇന്ത്യയുടെ ചെറുവിരൽ അനക്കിയാൽ പാകിസ്ഥാൻ തീർന്നു. പക്ഷെ എന്നിട്ടും അവർ വളരെ കോൺഫിഡൻസോട് കൂടി അവർ പറയുന്നു നമ്മൾ ആണവ ശക്തികളാണ്, ഓർക്കണം. എന്താ അങ്ങനെ പറയുന്നത്? പാകിസ്ഥാന് കുറെ കാലമായിട്ട് വിഡ്ഢിത്തങ്ങൾ പറയാൻ തുടങ്ങി. കാരണം വെച്ചാല് നമ്മൾ കുറെ കാലം മുമ്പ് നമ്മുടെ CRPF-നെതിരെ വെടിവെച്ച് കുറേ CRPF ഭടന്മാരെ വെടിവെച്ച് കൊന്ന ചില കലാപകാരികൾ, മാവോവാദികൾ, അവരെ ഈ വെടിവെപ്പിന് ശേഷം അവർ ചെയ്യുന്ന പെട്ടെന്ന് ബർമീസ് വനങ്ങളിലേക്ക് പോയി ഒളിച്ചുകളെ. അപ്പോൾ ബോർഡർ ക്രോസ് ചെയ്ത് അവർ ബർമയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ നോക്കിയിരിക്കും ബർമയ്ക്കകത്ത് അങ്ങനെ നമ്മൾ പോകുന്നത്. ഇതായിരുന്നു പ്രശ്നം. പക്ഷേ ഈ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴേ ഇവര് നമ്മുടെ പട്ടാളക്കാരെ ആക്രമിച്ചിട്ട് പതിവ് പോലെ ബർമീസ് വനങ്ങളിൽ ചെന്നു. ഇവരെ പിന്തുടർന്ന് ബർമാക്കാരൻ പോലും അറിയാതെ വനത്തിൽ ചെന്ന് അന്ന് അത് ആക്രമിച്ച മുഴുവൻ ആളുകളെയും സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷനിലൂടെ തകർത്തു. അത് അജിത് ഡോവലിന്റെ ഒരു മാസ്റ്റർ ബ്രെയിനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇത് വെളി വന്നു കഴിഞ്ഞപ്പോഴേ നമ്മൾ അവിടെ പോയി ബർമയുടെ അതിർത്തി കടന്നു. അവിടെ ചെന്ന് ഇവരെ ഈ കലാപകാരികളെ വെടിവെച്ചു കൊന്നു എന്നുള്ള കാര്യം ഇന്ത്യ പറഞ്ഞപ്പോഴാണ് ബർമീസ് ഗവൺമെന്റ് അറിയുന്നത്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പാകിസ്ഥാന്റെ അന്നത്തെ സൈനിക മേധാവി പറഞ്ഞു, പാകിസ്ഥാനിലെങ്ങാണമാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ ഇന്ത്യ വിവരം അറിഞ്ഞേനെ. അപ്പോഴാണ് ഈ നമ്മുടെ പിന്നെ പുൽവാമ അറ്റാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ബാലക്കോട്ടില് ആക്രമണം നടക്കുന്നത്. ഈ ബാലക്കോട്ടിൽ കടന്ന് പോയി അവിടെ ചെന്ന് ആക്രമണം നടത്തി അവിടുത്തെ ഭീകരന്മാരെയും പട്ടാളക്കാരെയും ഒക്കെ കൊന്നുകളഞ്ഞപ്പോൾ പത്രക്കാർ ചോദിച്ചു എന്താണ് പാകിസ്ഥാന്റെ നിലപാട് എന്താണ്. അപ്പം അതിന് പിന്നെ പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞ ഉത്തരം വളരെ ലളിതമായിരുന്നു, നോ കമന്റ്സ്. ഇത് ഞാൻ പറഞ്ഞത് എന്താ പറയാനാണ്. അപ്പൊ പാകിസ്ഥാൻ ഈ പറയുന്ന വിഡ്ഢിത്തമൊന്നും നമ്മൾ എടുക്കണ്ട. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സംഘർഷം എങ്ങനെ പാകിസ്ഥാനെ പ്രതികൂലമായി ബാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇനിയൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് താങ്ങാനും പറ്റത്തില്ല. അപ്പോൾ എന്തായിരിക്കും താങ്കളുടെ ഒരു റീഡിങ്? എന്താ പാകിസ്ഥാൻ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഇൻഡപ്തിലേക്ക് പോയാൽ എന്താ പറയാനുള്ളത്? അതിനകത്ത് ഒറ്റ വാക്കിൽ പറയാം. ഡോക്ടർ കൗസർ ബംഗാളി എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു സാമ്പത്തിക വിദഗ്ധനുണ്ട്. അദ്ദേഹം നടത്തുന്ന ഒരു സെമിനാറിൽ അദ്ദേഹം നടത്തുന്ന ഒരു ക്ലാസ് ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു വ്യൂ, അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ കാണുന്നുണ്ടായി. കൗസർ ബംഗാളി അടിമുടി നിരാശനാണ്. ദുഃഖിതനായിട്ട് അദ്ദേഹം ആ പങ്കെടുത്ത ആളുകളോട് പറഞ്ഞു, നമ്മുടെ രാജ്യം തകരാൻ പോവുകയാണ്, നമുക്ക് ഭൂമുഖത്ത് ഇതുപോലെ നിലനിൽക്കാൻ കഴിയില്ല. അതിൻ്റെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പാകിസ്ഥാൻ്റെ സമ്പദ്ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, 2 പാകിസ്ഥാൻ്റെ സെക്യൂരിറ്റിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇത് രണ്ടും പാകിസ്ഥാനെ തകർക്കുമെന്ന് ഗദ്ഗത കണ്ടനായിട്ടാണ് കൗസർ ബംഗാളി അവിടുത്തെ എക്കണോമിസ്റ്റുകളെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ് ഈ സംഘർഷത്തിലുണ്ടാകുന്ന ഒരു മാറ്റം. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എക്കണോമിക് ഫുട് പ്രിന്റ് ഓഫ് മിലിറ്ററി വിൽ ഇൻക്രീസ്. അതായത് ഈ സംഘർഷത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് മിലിറ്ററിയാണ്. കാരണം എപ്പോൾ യുദ്ധമുണ്ടായാലും
ആ യുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ ഈ മിലിറ്ററി മേധാവികൾ കോടീശ്വരന്മാരായി മാറും, ശതകോടീശ്വരന്മാരായി മാറും. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ പട്ടാളക്കാരാണ്. 2, പാകിസ്ഥാൻ്റെ സെക്യൂരിറ്റി. പാകിസ്ഥാൻ യാതൊരു സെക്യൂരിറ്റി ഇല്ലാത്ത രാജ്യമാണ്. ഒരു ഭാഗത്ത് ബോർഡറിന് സെക്യൂരിറ്റി ഇല്ലെന്നാണോ? അതിനകത്തുള്ള ജനങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ല. ഇപ്പൊ തന്നെ പാകിസ്ഥാനിലെ ഒരു പിന്നെ ട്രെയിൻ തന്നെ പിടിച്ചു വെച്ചില്ലേ ബലൂചിസ്ഥാൻ കലാപകാരികൾ. ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ഇത് പിടിച്ചു വെച്ചിട്ട് എന്താ പാകിസ്ഥാൻ ആർമിക്ക്? പാകിസ്ഥാൻകാരെ അവിടെ വിട്ടുപോരുകയാണ്, ഭയന്നിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളം. പലരും ഇപ്പോൾ പട്ടാളത്തിലെ സേവനം അനുഷ്ഠിക്കാൻ തയ്യാറല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് ആണ് പട്ടാളത്തിൽ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ 2 കാര്യം, ഇത് ഞാൻ പറഞ്ഞതല്ല, പറഞ്ഞാണ്. അതാണ് പാകിസ്ഥാൻ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിന് പോയിട്ട് ഒരു മൽപ്പിടുത്തത്തിന് പോലും കെൽപ്പില്ലാത്ത ദുർബലമായ രാജ്യമാണ് പാകിസ്ഥാൻ. പിന്നെ പാകിസ്ഥാൻ ആരാധകർ ഇന്ത്യയിലുണ്ട്. അവർ പറയുന്ന പാകിസ്ഥാൻ ഇപ്പം നമ്മൾ റെഡിയാക്കി കളയുന്ന, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അല്ല, ഇതിൽ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് പലരും അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അതായത് പാകിസ്ഥാൻ ദരിദ്ര രാജ്യമാണ്, പക്ഷേ പാകിസ്ഥാനിലെ പട്ടാള മേധാവിമാർ അല്ലെങ്കിൽ പട്ടാളത്തിലെ ഹയറായിട്ടുള്ള എല്ലാ ഒഫീഷ്യൽസും ഓൾമോസ്റ്റ് എല്ലാവരും അവർ ഫിൽത്തി റിച്ച് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. അവരുടെ നിക്ഷേപങ്ങൾ UK-യിലും US-ലും ഒക്കെയാണെന്ന് പറയുന്നു. താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, പാകിസ്ഥാൻ മേധാവികളുടെയൊക്കെ സാമ്പത്തികമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സ്വിസ് ബാങ്കാണ്. അവരുടെ അക്കൗണ്ടൊക്കെ സ്വിസ് ബാങ്കിലാണ്. അവരെ പാകിസ്ഥാനിലെ അവരുടെ സേവനം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്നീ സ്വിറ്റ്സർലൻഡിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് പോവുക, അവിടെ സുഖമായി അവരുടെ സെറ്റിൽ ചെയ്ത് അവരുടെ ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് അവിടെ സുഖമായിട്ട് ജീവിക്കുക. അതാണ് അവരുടെ സ്ഥിതി. അപ്പം പാകിസ്ഥാന്റെ ഭരണകൂടത്തെ തന്നെ നിയന്ത്രിക്കുന്നത് പട്ടാളമാണ്. അതുകൊണ്ടല്ലേ ഇമ്രാൻഖാൻ ഇത് കളഞ്ഞു പോയത്. അതൊക്കെ നിവൃത്തിയില്ല. അപ്പോൾ പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ ഇംഗിതത്തിന് വഴങ്ങി ഭരിക്കാൻ കഴിയാത്ത ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ പാകിസ്ഥാനിൽ നിലനിൽക്കാൻ പറ്റില്ല. അപ്പം എത്ര ദുർബലമാണ് പാകിസ്ഥാൻ, അവിടുത്തെ ജനാധിപത്യം എത്ര ദുർബലമാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ. ചുരുക്കത്തിൽ തീവ്രവാദം വിറ്റ് ജീവിക്കുക, ശിഷ്ടകാലം UK-യിൽ ജീവിക്കുക. തീവ്രവാദം ഇനിയും വിറ്റ് ജീവിക്കാൻ പറ്റില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ ഇത് വിറ്റ് ജീവിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം ഈ തീവ്രവാദത്തിനെതിരാണ് അമേരിക്ക, UK, ജർമ്മനി, ഫ്രാൻസ് എന്താ ചെയ്തിരിക്കുന്നത്? അവർ പറഞ്ഞിരിക്കുന്ന പർദ്ദ ഇടാൻ പറ്റത്തില്ല, താടി വെക്കാൻ പറ്റത്തില്ല, എല്ലാ ഫ്രാൻസ് പൗരന്മാരും നടക്കുന്നവരൊക്കെ നടന്നാൽ മതി, അല്ലെങ്കിൽ സ്ഥലം വിട്ടോളാൻ പറഞ്ഞിരിക്കുക. UK-യിൽ കലാപം തുടങ്ങിക്കഴിഞ്ഞു. ജർമ്മനിയും ഇത് പറയുന്നു. ഇവിടെ പണ്ട് ആലോചിച്ച് നോക്കണം, ഫ്രാൻസിലെ ഒരു പ്രസിദ്ധീകരണം, ഒരു മാസിക ഒരു പടം വരച്ചപ്പോൾ അത് പ്രവാചകന്റെ പടമാണെന്ന് പറഞ്ഞ് വരച്ച കാർട്ടൂൺസിനെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറിയാണ് കുത്തിക്കൊന്നത്. എന്ത് വലിയ കലാപമാണ് നടന്നത്. അപ്പോൾ ഇപ്പോഴേ കലാപകാരികളൊന്നും അനങ്ങാനൊക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ കിട്ടുന്നിടത്ത് ഷൂട്ട് അറ്റ് സൈറ്റ് പറഞ്ഞിരിക്കുകയാണ്. എത്ര എണ്ണത്തിനെ വെടിവെച്ച് കൊന്നാലും ശരി, ഫ്രാൻസിന്റെ കൃത്യമായ ജനാധിപത്യവും അവരുടെ മതേതര നിലപാടും അതുപോലെ തന്നെ നിലനിർത്തും എന്നാണ് പിന്നെ ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെയും ഫ്രഞ്ച് ഭരണകൂടത്തിൻ്റെയും നിലപാട്. അപ്പോൾ ഇവിടെ പ്രോബ്ലം, പാകിസ്ഥാൻ കയറ്റുമതി ചെയ്തിരുന്ന ഭീകരവാദം ഇറക്കുമതി ചെയ്യാൻ രാജ്യങ്ങൾ തയ്യാറല്ല. ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു വാക്ക് ഒന്നുകൂടെ കടം കൊണ്ട് പറയുകയാണെങ്കിൽ, ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊപ്പം ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ലോകരാജ്യങ്ങളും നിൽക്കുന്നു, മറുഭാഗത്ത് പാകിസ്ഥാനും ചൈനയും മാത്രമായി ഒറ്റപ്പെട്ടതുപോലെ ഓൾമോസ്റ്റ് ലൈക്ക് അങ്ങനെ നിൽക്കുന്നു. ഇത് എത്ര നാൾ തുടരും? അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് അധിക നാൾ തുടരാൻ പോകുന്നില്ല. നമ്മളിതിന് കൃത്യമായൊരു സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ കൊടുക്കും. അത് എന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പക്ഷേ കൊടുത്തേക്കാം. അപ്പം ഇത് അധികകാലം ഈ ഒരു പൊസിഷൻ ഒന്നും നിന്ന് പോകാൻ പോകുന്നില്ല. ഇതിപ്പോൾ ഒരു കൂടി വന്നാൽ 1 മാസം അല്ലെ 2 മാസം കൊണ്ട് ഇത് പ്രശ്നം പരിഹരിക്കും. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ, അതാണ് നമ്മൾ ഗൗരവമായി കാണേണ്ടത്, ഈ അവരുടെ ഒരു സൗഹൃദത്തിലുണ്ടായ ഒരു വലിയ വിള്ളൽ, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിന്ധു നദീജല കരാറ് നമ്മൾ റദ്ദാക്കിയത്. സിന്ധു നദിയിലെ 80% വെള്ളവും പാകിസ്ഥാൻ എഴുതി കൊടുത്ത മഹാനായ ഒരു ഭരണാധികാരിയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തെ അനുസ്മരിക്കാതിരിക്കാൻ ഒക്കത്തില്ല. കാശ്മീർ ഉണ്ടാക്കിയ അദ്ദേഹമാണ്, ചൈനീസ് ബോർഡർ പ്രശ്നം ഉണ്ടാക്കിയ അദ്ദേഹമാണ്, ചാച്ചാജി എന്നൊക്കെ കൊണ്ടുണ്ടാക്കുക. പക്ഷേ ചരിത്രബോധമുള്ളവരൊക്കെ നെഹ്റുവിൻ്റെ ഈ ഫുൾ ഒരു ഹിമാലയൻ ബ്ലണ്ടർ നമുക്കത് ചരിത്രത്തിന് വിസ്മരിക്കാൻ കഴിയില്ല. അതവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ റദ്ദാക്കി. 71 പോലും നമ്മൾ റദ്ദാക്കിയില്ല. ഇത് ഒപ്പുവെച്ചത് വേൾഡ് ബാങ്കിന്റെ സാന്നിധ്യത്തിലാണ്. സിന്ധു നദീതല കരാർ ഒപ്പുവെച്ചിട്ട് പിന്നെ റദ്ദാക്കിയിട്ട് ഏതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ പ്രതികരിച്ചു? പാകിസ്ഥാന് കുടിവെള്ളമാണ് നിഷേധിച്ചിരിക്കുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ സകല പാശ്ചാത്യ രാജ്യങ്ങളും പറഞ്ഞതിന് ഇന്ത്യ ചെയ്ത് ശരിയല്ല. അവർക്ക് വെള്ളം കൊടുക്കണ്ടേ? വേൾഡ് ബാങ്കിന്റെ പ്രതികരണം എന്തായിരുന്നു? ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ശക്തമായ നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഇന്ത്യയെ ഒരു പ്രത്യേക സന്ധിയിൽ പാകിസ്ഥാൻ എത്തിച്ചിരിക്കുന്നു എന്ന് ലോകം തിരിച്ചറിയുന്നു. പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ്, പാകിസ്ഥാന്റെ തകർച്ച ആരംഭിക്കുകയാണ്. ഏതായാലും കേൾക്കാൻ ശുഭകരമായ വാർത്തകളൊന്നും അല്ല പുറം ലോകത്തുനിന്ന് വരുന്നത്. എന്നിരുന്നാലും നല്ലത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വരും ദിവസങ്ങളിൽ ചർച്ചകളാണ്.
നന്ദി.